കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ജോണി നെല്ലൂർ പാർട്ടി വിട്ടു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും UDF സെക്രട്ടറി സ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന് ജോണി നെല്ലൂർ അറിയിച്ചു. ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു മതേതര പാർട്ടി രൂപീകരിക്കുമെന്ന് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഒരു ദേശീയ പാർട്ടിയാണ് ലക്ഷ്യമെന്ന് ജോണി നെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റബ്ബറിന്റെ വില 300 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. കർഷകർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണെന്ന ചിന്തയാണ് പുതിയ പാർട്ടി എന്ന ആശയത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്നും ജോണി നെല്ലൂർ വിശദീകരിക്കുന്നു. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മതേതര പാർട്ടിയാകും രൂപീകരിക്കുക. CPI, CPM, മുസ്ലിം ലീഗ്, കോൺഗ്രസ് എന്നീ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങളും പുതിയ പാർട്ടിയുടെ ഭാഗമാകുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ആരോടും പ്രത്യേക മമതയോ വിദ്വേഷമോ ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യൻ പാർട്ടി അല്ല വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെയാണ് സെക്യുലർ പാർട്ടി തന്നെയാണ്. അതിനകത്ത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. അപ്പം പിന്നെ സെക്യുലർ അല്ലേ, ക്രൈസ്തവരല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യഘട്ടങ്ങളിൽ ക്രൈസ്തവർ മാത്രമായി യോഗം ചേർന്ന് വന്നു. പിന്നീട് രാഷ്ട്രീയ പാർട്ടി ആക്കണമെന്നുള്ള ആലോചന വന്നപ്പോൾ ഒരു ക്രൈസ്തവർ മാത്രമുള്ള പാർട്ടിയായി പോകുന്നത് കേരളം പോലൊരു സംസ്ഥാനത്ത് ശരിയല്ല, അല്ലെങ്കിൽ രാജ്യത്ത് അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മറ്റ് സമുദായങ്ങളിൽപ്പെട്ട വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളെ കാണുകയും അവരുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ആ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറേ ഡിമാൻഡ്സ് വയ്ക്കും. ആ ഡിമാൻഡ്സുമായി താരതമ്യപ്പെട്ട് അതുമായി പൊരുത്തപ്പെടാവുന്ന ആളുകളുമായി സഖ്യമാകാം. അതേസമയം UDF നേതൃത്വത്തിനെതിരെയും വലിയ വിമർശനമാണ് ജോണി നെല്ലൂർ ഉന്നയിച്ചത്. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കാലത്തെ പരിഗണന ഇപ്പോൾ ലഭിക്കുന്നില്ല. UDF ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ പിന്തുണയോടെ പുതിയ ക്രൈസ്തവ പാർട്ടി രൂപീകരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ജോണി നെല്ലൂരിന്റെ പുതിയ പ്രഖ്യാപനം. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിലാണ് പുതിയ പാർട്ടി രൂപീകരണമെന്നാണ് വിവരം. കഴിഞ്ഞ കുറച്ചു നാളുകളായി പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള അണിയറ നീക്കങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നതിന് മുൻപ് പ്രഖ്യാപനമുണ്ടാകും. പുതിയ പാർട്ടി NDAയുമായി കൈകോർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.